ഇന്ന് നമുക്കൊരു പച്ചമാങ്ങേൻ്റെ മധുരപ്പച്ചടി ആയാലോ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇത്. നമുക്ക് ബിരിയാണിക്കാണെങ്കിലും സദ്യക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാനൊരു 3 പച്ചമാങ്ങ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ കടുകും ഉലുവയും പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത ഈ മാങ്ങ അതിലേക്ക് ചേർക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം, ആ മാങ്ങ ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ടൊന്ന് തടച്ച് വെച്ചിട്ട് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാനിപ്പോൾ ഒരച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. ഈ ശർക്കരയിൽ അധികം അഴുക്കും കരടൊന്നും ഇല്ലാത്തൊരു ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഈ ശർക്കര ഒന്ന് ഉരുക്കി വരണമല്ലോ. അപ്പം നിങ്ങൾ ഉരുക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തിളപ്പിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരും. ഇതുപോലത്തെ ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുറുക്കിയെടുക്കാൻ. ഓവർ അങ്ങ് കുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചട്ടിയിലിരുന്ന് തണുത്ത് വരുമ്പോഴേക്കും ഭയങ്കര കട്ടിയായി പോകും. അപ്പം അധികം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം. ഇതിലേക്ക് അതിനുശേഷം നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചിട്ട് ഈ ചട്ടിയിൽ തന്നെ വെക്കണം. ഈ ചട്ടീൻ്റെ ചൂടിലിരുന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ പച്ചമാങ്ങ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. എനിക്ക് ബിരിയാണിക്കാണെങ്കിലും ഇനി സദ്യക്കാണെങ്കിലും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.